ഹലോ, ഇന്നും ഞാൻ വന്നിട്ടുള്ളത് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 1/4 കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ വെള്ള അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളറുള്ള അവിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ഈ അവിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മളിതിലെ വെള്ളമെല്ലാം വാർത്ത് കളയണം കേട്ടോ. അപ്പോൾ ഒരു സ്ട്രൈനറിലിട്ടിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ അവിലെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതുപോലെ സ്ട്രൈനറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അവിൽ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി, അല്ലാതെ കുതിർത്തൊന്നും വേണ്ട. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ പൊട്ടറ്റോ ആണ് കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ നല്ലപോലെ ബോയിൽ ചെയ്തതിന് ശേഷം ഉടച്ചെടുത്തതാണിത്. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ പൊട്ടറ്റോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി കൂടി ചേർത്താലാണ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഗോതമ്പ് പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ മല്ലിയില കൂടി ചേർക്കുക. ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. പിന്നെ 1 മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്. പിന്നെ ഗരം മസാലയും തന്നെ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഒരു പിഞ്ചൊക്കെ മതി, 1/4 ടീസ്പൂണൊന്നും വേണ്ട. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നല്ലൊരു ഷേപ്പ് ആക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബോൾസിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, അതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.